back to IMMU'S lecture. So, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫുഡ്ബോൺ ഡിസീസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫുഡ്ബോൺ ഡിസീസസ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായിട്ട് ഇവരെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫുഡ്ബോൺ ഇൻടോക്സിക്കേഷൻ ആൻഡ് ഫുഡ്ബോൺ ഇൻഫെക്ഷൻ. ഫുഡ്ബോൺ ഇൻടോക്സിക്കേഷൻ. സോ ഫുഡ്ബോൺ ഇൻടോക്സിക്കേഷൻ ഉണ്ട്, ഫുഡ്ബോൺ ഇൻഫെക്ഷൻ ഉണ്ട്. ഫുഡ്ബോൺ ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്ത് കയറുന്നത് ടോക്സിൻസ് ആയിരിക്കും. സോ ദ ഓർഗൻസും ഫുഡിനകത്ത് ടോക്സിൻസ് റിലീസ് ചെയ്ത് ആ ടോക്സിൻ ആണ് നമ്മുടെ ബോഡിക്കകത്ത് കയറുന്നത്. സോ ടോക്സിൻ ആണ് ബോഡിക്കകത്തോട്ട് കയറുന്നത്, നോട്ട് ദ ഓർഗാനിസം. ബട്ട് ഇൻ കേസ് ഓഫ് ഫുഡ്ബോൺ ഇൻഫെക്ഷന്റെ കേസിൽ നമ്മുടെ ബോഡിക്കകത്ത് കയറുന്നത് ഓർഗാനിസംസ് ആയിരിക്കും. ഇവിടെ മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മുടെ ബോഡിക്കകത്തോട്ട് കയറുന്നത്. അവരുടെ ഒരു എൻട്രിയാണ് ഫുഡ്ബോൺ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇൻ ഫുഡ്ബോൺ ഇൻടോക്സിക്കേഷൻ ദ ടോക്സിൻ വിച്ച് ഇസ് റിലീസ്ഡ് ബൈ ദ ഓർഗാനിസം ഇൻ ഫുഡ് വിച്ച് എൻറ്റേഴ്സ് ദ ബോഡി. ഇൻ ഫുഡ്ബോൺ ഇൻഫെക്ഷൻ ദ ഓർഗാനിസം എൻട്രി ടു ദ ബോഡി. അതാണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ടോക്സിൻസ് സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഫ്രം പ്ലാന്റ്സ്, ഇറ്റ് ക്യാൻ ബി ഫ്രം ആനിമൽസ്, ഇറ്റ് ക്യാൻ ഫ്രം ദ മൈക്രോ ഓർഗാനിസംസ്. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് വരുന്ന ടോക്സിൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ മൈക്രോ ഓർഗാനിസംസ് ആണ് ടോക്സിൻസുകളുടെ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ടോക്സിൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. ദാറ്റ് ക്യാൻ ബി ആൽഗൽ ടോക്സിൻസ് ആവാം, ഇറ്റ് ക്യാൻ ബി മൈക്രോ ടോക്സിൻസ് ആവാം, ഇറ്റ് ക്യാൻ ബി ബാക്ടീരിയൽ ടോക്സിൻസ് ആവാം. Again, the bacterial toxins. Bacterial toxins ആണ് ന്യൂറോടോക്സിൻസ് ഉണ്ട്, എൻട്രോടോക്സിൻസ് ഉണ്ട്. ഓക്കെ, സോ ഇപ്പൊ ഈ ഒരു ഫുഡ് നമ്മൾ കഴിക്കുന്നു, കണ്ടാമിനേറ്റഡ് ഫുഡ് കഴിക്കുന്നു, അതിനകത്ത് ഓർഗാനിസം ടോക്സിൻ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വരുന്ന ഡിസീസ് ആണ് ഫുഡ്ബോൺ ഇൻടോക്സിക്കേഷൻ. ആൻഡ് ഇൻ കേസ് ഓഫ് ഫുഡ്ബോൺ ഇൻഫെക്ഷൻ ഓർഗാനിസംസിന്റെ അവര് ടോക്സിൻസ് ഒന്നും റിലീസ് ചെയ്യാനിരിക്കില്ല, അവര് ഓർഗാനിസംസ് തന്നെ നമ്മുടെ ബോഡിക്കകത്ത് കയറും. ആൻഡ് എന്നിട്ട് അവർ നമ്മുടെ ബോഡിക്കകത്ത് വെച്ചിട്ട് ടോക്സിൻസ് റിലീസ് ചെയ്യും. ഓക്കെ, ബോൺ ഇൻടോക്സിക്കേഷൻസിലെ ഫസ്റ്റ് ഓർഗാനിസംസ് ആണ് ക്ലോസ്ട്രീഡിയം, ബോട്ടുലീനം. സോ ഫുഡ്ബോൺ ഇൻടോക്സിക്കേഷൻസിൽ ഉള്ള 2 ഓർഗാനിസംസ് ആണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ആൻഡ് സ്റ്റഫിലോകോക്കസ് ഓറിയസ്. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം അവർ ഫുഡിൽ ടോക്സിൻസ് റിലീസ് ചെയ്യും ആൻഡ് റിസൾട്ട് ഇൻ ദ ബോട്ടുലിസം. ഓക്കെ, സോ ഫേമസ് ആയിട്ടുള്ള ഒരു ടോക്സിൻ ആണ് റിലീസ് ചെയ്യുന്നത് വിച്ച് ഇസ് കോൾഡ് എക്സോടോക്സിൻസ് റിലീസ് ചെയ്യും ഫുഡിനകത്ത്. അങ്ങനെ ആ ഫുഡ് കഴിക്കുന്ന ആൾക്ക് ബോട്ടുലിസം വരും. ഓക്കെ, ഇൻ കേസ് ഓഫ് സ്റ്റഫിലോകോക്കസ് ഓറിയസ് ഇൻഫെക്ഷന്റെ കേസിൽ സ്റ്റഫിലോകോക്കസ് ഓറിയസ് ഫുഡിനകത്ത് ടോക്സിൻസ് റിലീസ് ചെയ്യും ആൻഡ് അത് സ്റ്റഫിലോകോക്കസ് ഇൻഫെക്ഷൻസ് വരും. ഓക്കെ, സ്റ്റാഫ് ഇൻഫെക്ഷൻസ് വരും. സോ ഇത് രണ്ടുമാണ് മെയിൻ ഓർഗാനിസം വിച്ച് ഇസ് റിസൾട്ടിങ് ഇൻ ദ ഫുഡ്ബോൺ ഇൻടോക്സിക്കേഷൻ. ഇനി നമുക്ക് ഫുഡ്ബോൺ ഇൻഫെക്ഷൻ നോക്കാം. സോ ഇനി ഫുഡ്ബോൺ ഇൻഫെക്ഷന്റെ കേസിൽ പറഞ്ഞു ഈ ഓർഗാനിസംസ് ബോഡിക്കകത്ത് കയറും. ബോഡിക്കകത്ത് ഈ ഓർഗാനിസത്തിന്റെ എൻട്രിയാണ് ഫുഡ്ബോൺ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സോ ഇൻ കേസ് ഓഫ് ഫുഡ്ബോൺ ഇൻഫെക്ഷൻ ലോട്ട്സ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. ഫസ്റ്റ് വൺ സാൽമോണല്ല. നമ്മുടെ ബോഡിക്കകത്ത് കയറി അവിടെ ഇൻറ്റെസ്റ്റൈൻസിനകത്ത് ചെന്നിട്ട് അവർ റിലീസ് ചെയ്യുന്ന ടോക്സിൻ ആണ് കോൾഡ് എൻഡോടോക്സിൻ. സാൽമോണല്ല എൻഡോടോക്സിൻസ് റിലീസ് ചെയ്യും. ക്ലോസ്ട്രീഡിയം പെർഫറൻജസ് എൻട്രോടോക്സിൻസ് ആണ് റിലീസ് ചെയ്യണത്, എൻട്രോടോക്സിൻ. ഓക്കെ, സോ ക്ലോസ്ട്രീഡിയം പെർഫറൻജസ് എൻട്രോടോക്സിൻസ് റിലീസ് ചെയ്യും. സോ ബാസിലസ് സീരീസ് എക്സോ എൻഡറോടോക്സിൻ, ഈക്കോളിയും എക്സോ എൻഡോടോക്സിൻ. പിന്നെ വേറെ സ്പീഷീസ് ഉണ്ട്, വിബ്രിയോ പാരാഹീമോലൈറ്റിക്സ്, ഷിജല്ല, ഇങ്ങനെ വേറെ ഓർഗാനിസംസ് ഉണ്ട്. സോ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് സാൽമോണല്ല, ക്ലോസ്ട്രീഡിയം പെർഫറൻജസ്, ബാസിലസ് സീരീസ്, വിബ്രിയോ പാരാഹീമോലൈറ്റിക്സ്, ഇവരൊക്കെയാണ് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുന്നത്. സോ ക്ലോസ്ട്രീഡിയം പെർഫറൻജസ് നമ്മുടെ ബോഡിയുടെ അകത്ത് ചെന്നിട്ട് സ്പോറിലേഷന്റെ സമയത്താണ് അവരെ എൻട്രോടോക്സിൻസ് റിലീസ് ചെയ്യുന്നത്. ബാസിലസ് സീരീസസ് ഇൻറ്റെസ്റ്റൈൻസിനകത്ത് ചെന്നിട്ട് അവരുടെ ലൈസസ് നടക്കുമ്പോഴാണ് എക്സോ എൻട്രോടോക്സിൻസ് റിലീസ് ചെയ്യുന്നത്. സോ ഓരോ കണ്ടീഷൻസിലാണ് ഈ ടോക്സിൻസ് അവരുടെ ബോഡിക്കകത്ത് ചെന്നിട്ട് റിലീസ് ആവുന്നത്. സോ ഫുഡ് ഇൻഫെക്ഷന്റെ കേസിൽ നമുക്ക് ഫുഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഫുഡ് ദാറ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ദ ഓർഗാനിസംസ്. നോ സപ്പോർട്ട്, ഓർഗാനിസിന് അത്ര സപ്പോർട്ട് ഒന്നും കൊടുക്കില്ല.
ജസ്റ്റ് അവരവിടെ വന്ന് ഇരുന്ന് ഓർഗാനിസം ബോഡിക്കകത്ത് കയറുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫുഡ് വിച്ച് സപ്പോർട്ട് ദ ഓർഗാനിസം. സോ ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫുഡ് ഓർഗൻസിന് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്ത് അവരുടെ ഗ്രോത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഫുഡാണ്. സോ ഫസ്റ്റ് കാറ്റഗറിയിലെ എക്സാമ്പിൾസ് ഡിപ്തീരിയ, ട്യൂബർകുലോസിസ്, TB. സോ ഇവരൊക്കെ കയറുന്ന ഫുഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും കൊടുക്കില്ല. ബട്ട് ഇൻ കേസ് ഓഫ് സം ഫുഡ് പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് ദ ഓർഗാനിസം. എക്സാമ്പിൾ സാൽമണല്ല, വിബ്രിയോ, ഇക്കോളി എക്സെട്ര. സോ ഈ ഫുഡൊക്കെ ഈ ഓർഗൻസിന് കുറച്ച് സപ്പോർട്ട് കൊടുക്കും, അവരുടെ ഗ്രോത്ത് അവിടെ പ്രൊമോട്ടഡ് ആകും, എന്നിട്ട് അവർ പൊടിക്കകത്ത് കയറും. സോ ദാറ്റ്സ് ഓൺ ഫുഡ് ബോൺ ഇൻഫെക്ഷൻ. ഇനി നമ്മൾ ഓരോ ഓർഗൻസിനെയും ഡീറ്റെയിൽഡ് ആവാൻ പോവാണ്. സാൽമൊണല്ല കോസ് സാൽമൊണലോസിസ്. അത് മേജർ ആയിട്ടൊരു ഫുഡ് ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ അത് ടൈഫോയിഡിലും ഉണ്ടാകും, നോൺ ടൈഫോയിഡിലും ഉണ്ടാകും. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓൺ നോൺ ടൈഫോയിഡൽ. അത് കോസസ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, ഫുഡ് പോയിസണിങ് കോസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ മോർഫോളജി നോക്കുമ്പോൾ അത് ഗ്രാം നെഗറ്റീവ് ആണ് ആൻഡ് അത് റോഡ് ഷേപ്ഡ് ആണ് ആൻഡ് അത് അവർക്ക് ഭയങ്കരമായിട്ട് മോട്ടിലിറ്റി ഉണ്ട്. വൈ? ബിക്കോസ് ദേ ഹാവിങ് ഫ്ലജെല്ലാസ് ആൻഡ് അവരുടെ ഫ്ലജെല്ല എന്ന് പറയുന്നത് പെരിട്രൈക്കസ് ആണ്. കാരണം ബോഡി ചുറ്റും ഫ്ലജെല്ലാസ് ഉണ്ട്, അതുകൊണ്ട് പെരിട്രൈക്കസ് ഫ്ലജെല്ലാസ് ആണ് അവർക്കുള്ളത്. പിന്നെ അവർക്ക് ക്യാപ്സ്യൂൾസോ സ്പോൾസോ ഉണ്ടാവത്തില്ല, പക്ഷെ അവർക്ക് ഫിംബ്രി ഉണ്ടാവും. നെക്സ്റ്റ് അവരുടെ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ അവർ എറോബിക് ആവാം, ഫെക്കുലേറ്റീവ് അനേറോബ്സ് ആവാം, സിമ്പിൾ മീഡിയം മതിയാകും. pH 6 to 8 ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അവർക്ക് വൈഡ് വെറൈറ്റി ഓഫ് ടെമ്പറേച്ചറിൽ താമസിക്കാൻ പറ്റും. ദെൻ അവർ ഗ്ലൂക്കോസിനെ ഫെർമെൻറ്റ് ചെയ്യും, ഗ്യാസ് ആൻഡ് ആസിഡ് പ്രൊഡക്ഷൻ നടത്തും. പക്ഷെ അവർ ലാക്ടോസിനെ അങ്ങനത്തെ ഒന്നും ഫെർമെൻറ്റ് ചെയ്യത്തില്ല. നെക്സ്റ്റ് സോഴ്സസ് ആണ്. സോഴ്സസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻസും ആനിമൽസും ഒരു സോഴ്സായിട്ട് നിൽക്കാം, ബൈ ഡയറക്റ്റ് ആസ് വെൽ ആസ് ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഹാൻഡ്ലിങ്ങിലൂടെ അവർ ഡയറക്റ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ വലിയ ഫോമിറ്റീസ് ഇൻഡയറക്റ്റ് ആയിട്ട് വരാം. ഓക്കെ, ഇനി റോഡൻസ് അല്ലെങ്കിൽ ഫ്ലൈസസും ഒരു സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അവർ ഈ ഒരു ഓർഗൻസിനെ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാരി ചെയ്തുകൊണ്ട് അവർ അൺകവേർഡ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സിൻ്റെ മുകളിൽ കൂടെ പോയി അവിടെ കണ്ടാമിനേഷൻ റിസൾട്ട് ചെയ്യുന്നുണ്ട്. സോ ദേ ഓൾസോ ആക്ട് ആസ് എ സോഴ്സ് ഫോർ ദ സാൽമണല്ല. സോ ഹ്യൂമൻസ് ആസ് വെൽ ആസ് ആനിമൽസ് പ്ലേ എ റോൾ ഇൻ ദ കണ്ടാമിനേഷൻ. സോ ആനിമൽ പ്രൊഡക്ട്സ് ലൈക്ക് മീറ്റ്, എഗ്ഗ് ഇതെല്ലാം തന്നെ ഒരു സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓൾസോ കണ്ടാമിനേറ്റഡ് വാട്ടർ ഓർ സോയിൽ, കണ്ടാമിനേറ്റഡ് സർഫസ് ആവാം, ആൻഡ് ഓൾസോ ബൈ ആനിമൽ ഫീക്കസ്. ഇതെല്ലാം തന്നെ ഇതിനൊരു മേജർ സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എഗ്ഗാണ്. എഗ്ഗിൻ്റെ ഷെല്ലിനകത്ത് ഫീക്കൽസ് ഉണ്ടാകും ആൻഡ് അത് നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ അത് ഫുഡിലേക്ക് എത്താം. നെക്സ്റ്റ് ഫുഡ് ഇൻവോൾവ് എന്ന് പറയുമ്പോൾ മീറ്റ് പ്രൊഡക്ട്സ്, ഫിഷ്, സോസേജസ്, മിൽക്ക് പ്രൊഡക്ട്സ് ലൈക്ക് ചീസ്, ഇതെല്ലാം തന്നെ മേജർ ഫുഡ് ഇൻവോൾവ് ആണ്. ഓൾസോ നമ്മൾ ലെഫ്റ്റ് ഓവർ ഫുഡ് റെഫ്രിജറേറ്റ് ചെയ്തില്ലെങ്കിൽ അത് പ്രോബ്ലം ആണ്. മീറ്റും എഗ്ഗും എന്നൊക്കെ പറയുമ്പോൾ റെഫ്രിജറേറ്റ് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിൽ നിന്ന് കണ്ടാമിനേഷൻ റിസൾട്ട് ചെയ്യാം. പിന്നെ ക്യാൻഡ് ഫുഡ്, ഐസ്ക്രീംസ്, ഇതിനൊക്കെ ലോങ്ങർ ടൈം നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കണ്ടാമിനേഷൻസ് ഫോം ചെയ്യാം. മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും റെഫ്രിജറേറ്റ് ചെയ്തേ പറ്റുള്ളൂ, ബിക്കോസ് അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ സാൽമണല്ല ഇൻഫെക്ഷൻസിന് ചാൻസ് ഉണ്ട്. ഓൾസോ ഇത് സ്ലോട്ട് ചെയ്യുന്ന ടൈമിൽ ആനിമൽസിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ഹാൻഡ്ലേഴ്സിൽ നിന്ന് ഇതിൻ്റെ ഇൻഫെക്ഷൻ മീറ്റിലേക്ക് എത്താം. നെക്സ്റ്റ് ക്യാൻഡ് ഫുഡ്, ഈ സാൻഡ്വിച്ച് അങ്ങനത്തെ ഫുഡുകളിലൊക്കെ മീറ്റ് കണ്ടൻറ്റ് ഉണ്ടാകും. സോ ഇത് റൂം ടെമ്പറേച്ചറിൽ ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞാൽ വിച്ച് ഈസ് അലൗവിങ് ദ ഗ്രോത്ത് ഓഫ് ദ സാൽമണല്ല. സോ ഇതെല്ലാം തന്നെ പ്രോപ്പറായിട്ടുള്ള ഹാൻഡ്ലിങ് ചെയ്തേ പറ്റുള്ളൂ. ഇനി അവരുടെ ഇൻക്യുബേഷൻ പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ലോങ്ങർ ആണ്. സ്റ്റാഫിലോകോക്കസ് ഓറിയസിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ലോങ്ങർ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. ഏകദേശം 12 to 36 hours ഓഫ് ഇൻക്യുബേഷൻ പീരീഡ് അവരെടുക്കും. സോ നെക്സ്റ്റ് സാൽമോണല്ലയുടെ മേജർ ആയിട്ടുള്ള സിംറ്റം ആണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിക് പ്രോബ്ലംസ്. സോ അത് ഡയറിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ വരാം, ആൻഡ് ഓൾസോ വാട്ടറി, ഗ്രീനിഷ്, ഫൗൾ സ്മെല്ലിംഗ് സ്റ്റൂൾസ് ഫോം ചെയ്യാം, നൗസിയ, ഹെഡേക്ക്, ഇതെല്ലാം ഇതിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള സിംറ്റംസ്. നെക്സ്റ്റ് റീസെൻ്റ്ലി കണ്ടുപിടിച്ച ഒരു ഔട്ട് ബ്രേക്ക് ആണ് ഒനിയൻസിനകത്ത് സാൽമോണല്ലയിൽ ഇൻഫെക്ഷൻസ് കാണുന്നുള്ളത്. പല കൺട്രീസിലും അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ റോ ഒനിയൻസിനകത്ത് നിന്ന് സാൽമോണല്ല ഇൻഫെക്ഷൻസ് വരാം എന്നുള്ളൊരു സോഴ്സായിട്ട് കണ്ടുപിടിച്ചു. ക്ലോസ്ട്രീഡിയം പെർഫിൻജസ്. സോ ഈ ഒരു ബാക്ടീരിയ ഫുഡ് പോയിസണിങ് കൊണ്ടുവരുന്ന ഒരു ബാക്ടീരിയ ആണ്. സോ ഇവരുടെ മോർഫോളജി ഇവർ ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ളൊരു ബാക്ടീരിയ ആണ്, നോൺ മോട്ടൈൽ ആണ്, ആൻഡ് സ്പോ ഫോമിങ് ബാസിലയാണ്.
and also they are anaerobic. Maximum temperature 55 degrees Celsius, optimum temperature 43 to 47, and they are not going below pH of 5 and not above the pH of 9. സോ മാക്സിമം ടെമ്പറേച്ചറും അതുപോലെ pHും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഈ ഒരു ടെമ്പറേച്ചറിലാണ് ഈ ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നത്. ആൻഡ് ഇവർ സ്പോർ ഫോമിംഗ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ സോയിൽ, എയർ, സീവേജ് ഇവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഫുഡ് ഇൻവോൾവ് എന്ന് പറയുമ്പോൾ പൗൾട്രി, മീറ്റ്, ബീഫ്, ഈ ഫുഡുകളിലൊക്കെ നമുക്ക് ഇവരെ കാണാൻ പറ്റും, എസ്പെഷ്യലി റോ ഫുഡ്. ദേ ക്യാൻ ബി ഓൾസോ സീൻ ഇൻ ദ കുക്ക്ഡ് ഫുഡ്. സോ നമ്മൾ പറഞ്ഞു ഇവർ റോ ഫുഡുകളിലും അതുപോലെ കുക്ക്ഡ് ഫുഡിലും കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. സോ as we say that they are spore forming. So while cooking, only the vegetative cells are killed. Spore forming cells is still alive ആണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് ഫുഡ് കഴിച്ച ശേഷം ബാക്കി വരുന്ന ലെഫ്റ്റ് ഓവർ ഫുഡ്സ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. ആൻഡ് ദിസ് ഈസ് ദ ടൈം ഫോർ ദ ജെർമിനേഷൻ ഓഫ് ദ സ്പോർ ഫോമിങ് സെൽസസ്. അപ്പോൾ ഇതിനകത്തുള്ള സ്പോർ സെൽസ് എല്ലാം ജെർമിനേറ്റ് ചെയ്യുന്നത് ആ ഫ്രിഡ്ജിൽ വെക്കുന്ന ആ കൂളിംഗ് ടൈമിലാണ് അവർ ജെർമിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് if you are having that food without reheating, then we are having the Clostridium perfringens also with the food. Okay, so നമ്മൾ കുക്ക് ചെയ്ത ഫുഡ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ആ ടൈമിൽ അവർ ജെർമിനേറ്റ് ചെയ്തു. ഇപ്പോൾ അവിടെ ലോട്ട്സ് ഓഫ് ഓർഗാനിസംസ് ആ ഫുഡിനകത്തുണ്ട്. ആൻഡ് വി ആർ ഹാവിങ് ദ ഫുഡ് വിത്തൗട്ട് റീഹീറ്റിംഗ് ആൻഡ് വി ആർ ഹാവിങ് Clostridium along that food. So we should reheat before we are eating. And also the oven cooked food, it will not kill any spores, but it will create a favorable reduce in the condition. Okay, so the presence of large number of Clostridium perfringens in the cooked food, that is the indicative of the mishandling. So we should very careful while we are cooking, while we are handling of the food. Okay, സോ നമ്മൾ പറഞ്ഞ പോലെ കൂളിംഗ് ടൈമിൽ ഓർഗാനിസംസ് ഫുഡിനകത്ത് ജെർമിനേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു കണ്ടീഷൻസിൽ ആ സ്റ്റോറിംഗ് ടൈമിൽ അവർ ജെർമിനേറ്റ് ചെയ്ത് അവർ ആ അനോറോബിക് എൻവിറോൺമെൻറ്റ് ഓഫ് ദ കുക്ക്ഡ് മീറ്റിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. ആൻഡ് ദെൻ അവർ നമ്മൾ ആ ഫുഡ് നമ്മൾ കഴിക്കുന്നതിലൂടെ അവർ നമ്മുടെ ക്ലോസ്ട്രീഡിയം നമ്മുടെ ബോഡിക്കകത്തോട്ട് കയറി നമ്മുടെ ഗട്ടിനകത്തെത്തി അവിടെ വെച്ചിട്ട് അവർ എൻട്രോടോക്സിൻസ് റിലീസ് ചെയ്യും. So after a 8 to 24 hours of incubation time, our body will show some symptoms like abdominal pain, diarrhea, vomiting, like that. So we will come to know that someone enters the body. Okay, so that's it on Clostridium perfringens. So we can take some precautions against this Clostridium. So we can adequate and rapid cooling. Also the cooking that should above 60 degrees Celsius. Reheating, that is a compulsory thing, that reheating of leftover food. And also the good personal hygiene, that is the basic of everything. So that's on Clostridium perfringens. Vibrio parahemolyticus. Vibrio parahemolyticus എന്ന് പറയുന്നത് ഒരു എൻട്രോപാത്തോജനിക് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. സോ 1951 ജപ്പാനിൽ ഒരു ഔട്ട് ബ്രേക്ക് തന്നെ കൊണ്ടുവന്ന ഒരു സ്പീഷീസ് ആണ് ഇവർ സീ ഫുഡിലൂടെയാണ് ആ ഒരു ഔട്ട് ബ്രേക്ക് കൊണ്ടുവന്ന ഫുഡ് പോയിസണിങ് റിസൾട്ട് ചെയ്തത്. ഓക്കെ, സോ ഇത് വിബ്രിയോ കോളറയുമായിട്ട് കുറേ ക്യാരക്ടറിസ്റ്റിക് സിമിലാരിറ്റീസ് ഉണ്ട്. ഗ്രാം നെഗറ്റീവ് ആണ്, മോട്ടയിലാണ്. 1 to 3% NaCls ഇവർക്ക് റിക്വയർഡ് ആണ് ഇവരുടെ ഗ്രോത്തിന്. ആൻഡ് ഇവരൊരു 8% NaCls വരെ ഇവർ ടോളറേറ്റ് ചെയ്യും. ബട്ട് എബോവ് 10% അവർ ഗ്രോ ചെയ്യത്തില്ല. ഇനി ടെമ്പറേച്ചർ പറയുമ്പോൾ 22 to 42 ഡിഗ്രി സെൽഷ്യസിലാണ് ഇവർ ഗ്രോ ചെയ്യുന്നത്. ആൻഡ് ഇവർക്ക് 5% ബിലോ pHൽ ഇവർ ഇൻഹിബിറ്റഡ് ആകും. ആൻഡ് ഓൾസോ എബോവ് 11% pHലും ഇവർ ഇൻഹിബിറ്റഡ് ആകും. മോട്ടിലിറ്റി ഇവരുടെ സോളിഡ് മീഡിയയിലാണ് പെരിട്രാക്കസ് ഫ്ലജലേഴ്സ് ഇവർക്കുള്ളത്. ഇൻ ലിക്വിഡ് മീഡിയാസിൽ ഇവർക്ക് പോളാർ ഫ്ലജലേഴ്സ് ആണ് ഉള്ളത്. ആൻഡ് ഓൾസോ ഇവർ കേർവ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവരുടെ മോർഫോളജി കേർവ്ഡ് ആണ്. ഓക്സിഡേറ്റീവ്, കാറ്റലൈസ്, നൈട്രേറ്റ് എല്ലാം തന്നെ പോസിറ്റീവ് ആണ്. ബയോകെമിക്കൽ ടെസ്റ്റിൽ ഇതൊക്കെ തന്നെ പോസിറ്റീവ് ആണ്. പിന്നെ ഇവർ നമ്മൾ പറഞ്ഞു കോളറെ പോലെ തന്നെയാണ് ഇവർ ഇരിക്കുന്നത്. മോർഫോളജി സെയിം ആണെങ്കിൽ പോലും ഇവർ ക്യാപ്സുലേറ്റഡ് ആണ്. അവർ ക്യാപ്സുലേറ്റഡ് ആയിരിക്കില്ല, പക്ഷേ ഇവർ ക്യാപ്സുലേറ്റഡ് ആണ്. ബൈപോളാർ സ്ട്രെയിനിങ് ആയിരിക്കും. ആൻഡ് ഓൺലി ഇവർ NaCl മീഡിയകളിൽ മാത്രമേ ഇവർ ഗ്രോ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇവർ കൂടുതലും കാണുന്നത് ഓയിസ്റ്റർ, അതുപോലെ ബ്ലൂ ക്രാബ്സ്, സ്ട്രിംസ്, ഈ ഒരു ഫിഷസുകളിലും ഒക്കെയാണ് സീ ഫുഡുകളിലാണ് ഇവരെ കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ ഔട്ട് ബ്രേക്ക് കൂടുതലും വരണത് റോ അല്ലെങ്കിൽ അൺകുക്ക്ഡ് ആയിട്ടുള്ള ഫുഡിൽ കൂടെയാണ്. ഇപ്പോൾ ഇത് അൺകുക്ക്ഡ് അല്ലെങ്കിൽ റോ ആയിട്ട് ഇരുന്നാൽ വരാം. ഓൾസോ റീ ഇനോക്കുലേഷൻ ഓഫ് ദ കുക്ക്ഡ് ഫുഡ്. കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡിൽ രണ്ടാമത് ഇൻഫെക്ഷൻ കയറാൻ പറ്റും, രണ്ടാമത് ഇതിനെ കണ്ടാമിനേറ്റഡ് ആക്കാൻ പറ്റും. പിന്നെ നമ്മൾ റീഹീറ്റ് ചെയ്തില്ലെങ്കിൽ ഓൾസോ പ്രോബ്ലംസ്, കണ്ടാമിനേഷൻ റിസൾട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ ഓർഗൻസിനെ കില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അപ്ലൈ 60 ഡിഗ്രി സെൽഷ്യസ്
ഫോർ 15 minutes, 60 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 minutes കൊടുക്കണം. ആൻഡ് ഓൾസോ ഡ്രൈയിങ്ങിലൂടെ നമുക്ക് ഇവരെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇവരെന്ന് പറയണത് 4 ഡിഗ്രി സെൽഷ്യസിൽ വളരില്ല. പക്ഷേ റിഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രീസിങ് ടെമ്പറേച്ചേഴ്സുകൾ ഇവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. റിഫ്രിജറേഷൻ അല്ലെങ്കിൽ ഫ്രീസിങ് ടെമ്പറേച്ചറുകൾക്ക് ഇവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ വിനെഗറിൽ ഇവരെ വെച്ച് കഴിഞ്ഞാൽ ഇവർ കിൽഡായി പോകും. ഇവർ അതിനകത്ത് സർവൈവ് ചെയ്യില്ല, ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ വിനെഗർ. ഈ ഒരു ഓർഗാനിസം കൂടുതലും മറൈൻ ഫുഡിൽ കൂടിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ വന്ന് നമ്മുടെ ബോഡിക്കകത്ത് എത്തി കഴിയുമ്പോൾ നമുക്ക് സിംറ്റംസ് ആയിട്ടുള്ള അക്യൂട്ട് ഡയറിയ വരാം, അൺഅസോസിയേറ്റഡ് വിത്ത് ദ ഫുഡ് പോയിസണിങ്, അബ്ഡോമിനൽ പെയിൻ വരാം, ഡയറിയ വരാം, വോമിറ്റിംഗ് വരാം, ഫീവർ വരാം. അങ്ങനെ കുറേ സിംറ്റംസ് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ചെയ്യാം. ഫീക്കേഴ്സ് എടുത്തു കഴിയുമ്പോൾ സെൽസും അതുപോലെ ബ്ലഡും അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫുഡ് ഇൻടോക്സിക്കേഷൻ ആണ്. ഫുഡ് ഇൻടോക്സിക്കേഷനിൽ നമ്മൾ പറഞ്ഞു ആ ഫുഡിനകത്ത് ടോക്സിൻ ഉണ്ടാകും. ഓർഗാനിസംസ് അല്ല നമ്മുടെ ബോഡി കയറുന്നത്, ടോക്സിനാണ് നമ്മുടെ ബോഡിക്കകത്ത് കയറുന്നത്. സോ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിസം. സോ ഇതൊരു ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള സ്പോർ ഫോം ചെയ്യുന്ന ബാസിലയാണ്. സോ ഇത് പ്ലിയോമോഫിക് ആണ്, മോട്ടയിലാണ് അവർക്ക്, കാരണം അവർക്ക് പെരിട്രൈക്കസ് ആയിട്ടുള്ള ഫ്ലജലസ് ഉണ്ട്. സോ അവർ ഹൈലി മോട്ടയിലാണ്. ആൻഡ് ഓൾസോ ഇവർ ക്യാപ്സുലേറ്റഡ് ആണ്. ആൻഡ് ഇവരുടെ സ്പോർസിന് പല റീജിയൻസിൽ ഇരിക്കാം. സെൻട്രലി അറ്റാച്ച്ഡ് ആവാം, സബ് ടെർമിനൽ ആവാം, ഓവൽ ആവാം. ആൻഡ് ഇവർ അനേറോബിക് ആയിട്ടുള്ളൊരു സ്പീഷീസ് ആണ്. സോ ഈ ഒരു ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിനാണ് ഇവിടെ പവർഫുൾ ആയിട്ട് നിൽക്കുന്നത്. ഓർഗാനിസത്തിനെ അല്ല ഇവിടെ നോക്കുന്നത്, ഇവിടെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഫുഡ് ഇൻടോക്സിക്കേഷനിൽ ഇവരെ പെടുത്തിയേക്കുന്നത്. സോ ഇവർ പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സോടോക്സിൻ റിലീസ് ചെയ്യും. നോട്ട് എൻഡോടോക്സിൻ, എക്സോടോക്സിൻ ആണ് ഇവർ റിലീസ് ചെയ്യുന്നത്. സോ എൻഡോടോക്സിനും എക്സോടോക്സിനും എന്താണ്? എൻഡോടോക്സിൻ അത് ഇൻസൈഡ് ദ സെല്ലായിരിക്കും. എക്സോടോക്സിൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സെല്ലിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു സെല്ല് ഓട്ടോലൈസ് ചെയ്തതിന് ശേഷമാണ് അത് റിലീസ്ഡ് ആവുന്നത്. ഓക്കെ, ആൻഡ് ഇത് പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സോടോക്സിൻ ആണ്, നോൺ ഇൻവേസീവ് ആണ്, നോൺ ഇൻഫെക്ഷ്യസ് ആണ്. ഓക്കെ, ആൻഡ് ഈ ഒരു ടോക്സിൻ ഇൻട്രാസെല്ലുലി പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് ഇൻ മീഡിയ ഓൺലി ആഫ്റ്റർ ദ സെൽ ഡെത്ത്. അതായത് ഓട്ടോലൈസിസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് മീഡിയക്കകത്ത് അപ്പിയർ ചെയ്യത്തുള്ളൂ. ഇനി ഈ ഒരു പ്രോജനേറ്റർ ആയിട്ടുള്ള ടോക്സിൻസിനെ ആക്റ്റീവ് ചെയ്യുന്ന രണ്ട് കോമ്പൗണ്ട്സ് ആണ് ട്രിപ്സിൻ ആൻഡ് പ്രോട്ടിലൈറ്റിക് എൻസൈംസ്. സോ ഇത് വന്നിട്ട് ഈ ഒരു എൻസൈംസിനെ ആക്റ്റീവ് ആക്കി മാറ്റും. ആൻഡ് ഇതൊരു 70,000 മോളിക്കുലർ വെയിറ്റ് ഉള്ള ഒരു എൻസൈം ആണ്. ടോക്സിൻ ആണ്. ആൻഡ് ഈ ടോക്സിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ടോക്സിൻ ആണ്. സോ ഇവർ സ്ലോ ആയിട്ടാണ് ഇവർ ആക്ട് ചെയ്യണത്, പക്ഷേ സെവറൽ അവേഴ്സ് എടുത്തിട്ട് കിൽ ചെയ്യും ലാസ്റ്റ്. ആൻഡ് ഇത് വളരെ സ്റ്റേബിൾ ആണ്. ഇനി ഇതിനെ ഇനാക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു 30 to 40 ഡിഗ്രി സെൽഷ്യസ് 30 to 40 minutes ഫോർ 80 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ ഒരു 100 ഡിഗ്രി സെൽഷ്യസിന് 10 മിനിറ്റ്. ഈ ഒരു ടൈമിലാണ് ഇവർ ഇനാക്ടിവേറ്റഡ് ആവുന്നത്. ഇനി നമുക്ക് സ്പോർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസംസ് അല്ലെങ്കിൽ ക്ലോസ്ട്രീഡിയം കയറിയിട്ടുള്ള ഒരു ഫുഡ് ആണെങ്കിൽ നമ്മൾ ഇതിനെ പ്രഷർ കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ 20 minutes ബോയിൽ ചെയ്യണം. സോ ഇവർ ഡൈജഷനോട് റെസിസ്റ്റൻ്റ് ആണ്. സോ അവർ സ്മോൾ ഇൻറ്റസ്റ്റൻസിൽ പെട്ടെന്ന് തന്നെ അബ്സോർഡ് ആകും, ആക്റ്റീവ് ഫോമിൽ തന്നെ അവർ അബ്സോർഡ് ആകും. ഓക്കെ, ആൻഡ് ഇവരുടെ ഒരു പാത്തോജനിസിറ്റി എന്ന് പറയുന്നത് അസിറ്റോക്കോളിൻ പ്രൊഡക്ഷനെ ബ്ലോക്ക് ചെയ്യലാണ്. അപ്പോൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അസിറ്റോക്കോളിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ബ്ലോക്ക് ചെയ്യും ന്യൂറോസിനാപ്റ്റിക് ജംഗ്ഷൻ്റെ അവിടെ. അപ്പോൾ നമുക്ക് സിഗ്നൽസ് കിട്ടാതെയാകും ലാസ്റ്റ്. അതാണ് ഇവരുടെ ഒരു മെയിൻ പാത്തോജനിസിറ്റി പറയുന്നത്. ആൻഡ് ഇവരൊരു 8ഓളം സ്ട്രെയിൻസസ് ഉണ്ട്. ABCDEFG അങ്ങനെ 8 സ്ട്രെയിൻസസ് ആണ് മെയിൻലി ഇവരിലുള്ളത്. ഓരോ സ്ട്രെയിൻസിനും ഓരോ പാത്തോജനിക്കാണ്. സോ ഈ ക്ലോസ്ട്രീഡിയം ബോട്ടുലിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ടോക്സിൻ അത് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എബിലിറ്റി ഓഫ് സെൽസ് ടു ഗ്രോ ഇൻ ദ ഫുഡ്. ആ ഒരു എബിലിറ്റി നോക്കിയിട്ടാണ് അതിൻ്റെ ടോക്സിൻ പ്രൊഡക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ആ ഫുഡിനകത്ത് ആ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അതവിടെ ആ ഫുഡിനകത്ത് വെച്ചിട്ട് തന്നെ ഓട്ടോലൈസിസ് ചെയ്യണം. സോ ഇത് രണ്ടും ബേസ്ഡ് ആയിട്ടാണ് ആ ടോക്സിൻ എന്തോരം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്. ഈ മീറ്റ്, ഫിഷ് അല്ലെങ്കിൽ മീഡിയം ലോ അല്ലെങ്കിൽ ലോ ആസിഡ് ആയിട്ടുള്ള ക്യാൻഡ് ഫുഡുകൾ, ഈ ഫുഡുകളിലൊക്കെ ടോക്സിൻ പ്രൊഡക്ഷൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഫുഡുകളാണ്. അവരുടെ ടോക്സിൻ അതിനകത്ത് മാക്സിമം പ്രൊഡ്യൂസ്ഡ് ആകുന്നുണ്ട്. സോ ഈ ഒരു ഓർഗാനിസം ഫേവർ ചെയ്യുന്ന pH എന്ന് പറയുന്നത് ന്യൂട്രൽ pH ആണ്. ഈ ഒരു pHലാണ് മാക്സിമം ഗ്രോത്ത് ഉണ്ടാവുന്നത്. ആൻഡ് pH of 4.5 or below which will prevent the toxin production in most of the food. ഇനി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ടോക്സിൻ പ്രൊഡക്ഷൻ നടക്കുന്നതിനൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ ദ ടോക്സിൻ പ്രൊഡക്ഷൻ ആൻഡ് ദ ഗ്രോത്ത് ഓഫ് ദ പ്രോട്ടിലിറ്റിക് സ്ട്രെയിൻസ് എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ,
നമ്മൾ പറഞ്ഞു ഈ ഒരു എക്സോടോക്സിൻ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടോക്സിൻ ആണ്. അതിൻ്റെ സ്മോൾ എമൗണ്ട് മതി ഡെത്തിലേക്ക് ലീഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ആൻഡ് ഇത് പവർഫുൾ ആയിട്ടുള്ള ഒരു ടോക്സിൻ ആണ് ഈ എക്സോടോക്സിൻ. സോ വേറെ സ്പീഷീസ് ഓഫ് ക്ലോസ്ട്രീഡിയം നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇവർ ഹൈലി റെസിസ്റ്റൻസ് ടു ഹീറ്റ് ആയിരിക്കും. ഹീറ്റിനോട് ഭയങ്കര ഇവർ റെസിസ്റ്റൻ്റ് ആണ്. സോ നമ്മൾ പറഞ്ഞു ഒരു A to G ടൈപ്പ് ഓഫ് സ്ട്രെയിൻസസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതിൽ CDE സ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ലെസ് റെസിസ്റ്റൻ്റ് ആയിരിക്കും, ലെസ് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ് കമ്പയർഡ് ടു A, B and E. ഇവരെന്ന് പറയുന്നത് ഇവരെ ഇനാക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ 80 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്സ് കൊടുത്താലാണ് ഈ ഒരു A, B, E സ്പോർസുകളെ നമുക്ക് ഇനാക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമുക്ക് A to G ടൈപ്പ് ഓഫ് സ്ട്രെയിൻസ് ഉണ്ട്. അതിൽ ഓരോ സ്ട്രെയിൻസിൻ്റെ സ്പോർസിനും ഓരോ തരത്തിലാണ് അവരുടെ റെസിസ്റ്റൻസ് ഇരിക്കുന്നത് ഹീറ്റിനോട്. സോ മോസ്റ്റ്ലി ഹോമോജിനൈസ്ഡ് ആയിട്ടുള്ള ക്യാൻഡ് ഫുഡുകളിൽ ഈ ബോട്ടിലിസിൻ്റെ അറ്റാക്ക് ഉണ്ടാവാം. പിന്നെ കുറേ വെജിറ്റബിൾസ് ലൈക്ക് സ്വീറ്റ് കോൺ, ബീറ്റ്സ്, സ്പിനാച്ച്, പിന്നെ ആസിഡ് ഫുഡ് ആയിട്ടുള്ള ടൊമാറ്റോസിലും ഇതിൻ്റെ ഔട്ട് ബ്രേക്ക് കണ്ടിട്ടുണ്ട്. ഇനി ഈ ആസിഡ് ഫുഡുകളൊക്കെ ഇനി അണ്ടർ പ്രോസസ്ഡ് ആണെങ്കിൽ അതിൽ വേറെ മൈക്രോ ഓർഗാനിസിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു ദ ടോക്സിൻ പ്രൊഡക്ഷൻ ബൈ ദ ക്ലോസ്ട്രീഡിയം ബോട്ടിലിസം. സ്റ്റെഫിലോകോക്കസ് ഓറിയസ് ഒരു ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു ഓർഗാനിസംസ് ആണ് സ്റ്റെഫിലോകോക്കസ് ഓറിയസ്. ആൻഡ് ഇവർ നോൺ മോട്ടൈലാണ്, നോൺ സ്പോറിക് ആണ്, ആൻഡ് ഫെർമെൻറ്റേറ്റീവ് ആൻഡ് പ്രോട്ടോലൈറ്റിക് ആണ്. പക്ഷേ ഇവർ ഫുഡിൽ ഓർഡർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. ആൻഡ് മെയിൻ 6 സ്ട്രെയിൻസസ് എന്ന് പറയുന്നത് A, B, C, D, E, H ആണ് മോസ്റ്റ് ഫുഡ് പോയിസണിങ് റിസൾട്ട് ചെയ്യുന്നത്. ആൻഡ് ടെമ്പറേച്ചർ 4 to 46 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ ദാറ്റ് ഈസ് കോൾഡ് എൻഡ്രോടോക്സിൻ. അതിൽ A and D ആണ് ഏറ്റവും കൂടുതൽ ഫുഡ് പോയിസണിങ് ഔട്ട് ബ്രേക്ക് കൊണ്ടുവന്ന സ്ട്രെയിൻസസ്. ആൻഡ് ഇവർ മോർ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഇവർ മോസ്റ്റ് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സ്പീഷീസ് ആണ്. അതിൽ ടൈപ്പ് B സ്ട്രെയിൻസസ് ആണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സ്ട്രെയിൻ. സോ ബാക്ടീരിയാസിൽ നോൺ സ്പോറിക് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ ഏറ്റവും കൂടുതൽ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്പീഷീസ് ആണ് സ്റ്റാഫ്. കാരണം സ്പോർ ഫോം ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ് റെസിസ്റ്റൻ്റ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇവർ നോൺ സ്പോറിക് ആയിട്ട് പോലും ഇവർ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവർ കസ്റ്റാർഡ്, ക്രീം, പൗൾട്രി ഇങ്ങനത്തെ ഫുഡുകളിലൊക്കെ കാണാനായിട്ട് പറ്റും. ആൻഡ് ബേക്കറികളിലൊക്കെ ഫില്ലിങ്സിനകത്ത് അതൊരു നല്ലൊരു കൾച്ചർ മീഡിയ ആയിട്ട് ഓർഗൻസിനെ ആക്ട് ചെയ്യും. ആൻഡ് അവിടെ ഓർഗൻസും ഗ്രോ ചെയ്യും, അവരവിടെ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. സോ അവർ റൂം ടെമ്പറേച്ചറിൽ കുറേ നേരം വെച്ചേക്കുവാണെങ്കിൽ അവർക്ക് ഇനഫ് ടൈം കിട്ടുവാണ് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. സോ ആ ഓർഗാനിസംസ് ആ ഫുഡിനകത്ത് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ മെയിൻലി ഈ ഒരു ഓർഗാനിസംസ് ഫുഡിനെ അറ്റാക്ക് ചെയ്യുന്നത് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ടൈമിലായിരിക്കും. അതാണ് അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റ്സുകളിലൊക്കെ ഇതൊരു ഔട്ട് ബ്രേക്ക് കോസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. സോ ദേ ക്യാൻ ബി സ്റ്റീൻ ഓൺ സ്റ്റീം ടേബിൾസിനകത്തും ഫുഡ് വെൻഡിങ് മെഷീൻസിനകത്ത് ഇവരെ നമുക്ക് കാണാനായിട്ട് പറ്റും. So other food include like fish products, meat products, milk products, cream, sausage, salad, puddings, അങ്ങനെ സാലഡ് ഡ്രസ്സിങ് ഇതിനകത്തൊക്കെ ഇവർക്ക് ഗ്രോ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഇവർക്കൊരു നല്ലൊരു കൾച്ചർ മീഡിയ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇനി ഈ ഫുഡൊക്കെ റെഫ്രിജറേറ്ററിൽ വെക്കാതെ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വെക്കുന്നതാണ് മെയിൻ കോസ് ഓഫ് ദ സ്റ്റെഫിലോകോക്കസ് പോയിസണിങ്ങിന് കാരണം. ആൻഡ് ഈ മെയിൻലി ഫ്രൈഡ് റൈസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി പുറത്ത് വെച്ച് കുറേ നേരം കഴിയുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ ഓർഗൻസിന് ഇനഫ് ടൈം കിട്ടുവാണ് ടോക്സിൻ അതിൽ റിലീസ് ചെയ്യാനായിട്ട്. സോ അതും ഔട്ട് ബ്രേക്കിന് കാരണമാണ്. Thank you for watching and bye guys.